ഇന്ന് ഞാൻ ഒരു ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ബിരിയാണിയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റിൽ നല്ല കോമ്പിനേഷനായിട്ട് തൊട്ടുകൂട്ടാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 20 ഈത്തപ്പഴം ഞാൻ പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുരു കളഞ്ഞെടുക്കുക. കുരു കളഞ്ഞതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്തെടുക്കുക. ഒരു 15 മിനിറ്റ് ഈ തിളച്ച വെള്ളം ഒന്ന് തണിയുന്നത് വരെ, നമുക്ക് അരച്ചെടുക്കാൻ പാകത്തിന് തണുക്കുന്നത് വരെ ഒന്ന് കുതിർക്കുക. ആ ഒരു കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് ക്യാരറ്റും ബീട്രൂട്ടും ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ബീട്രൂട്ട് നല്ല വലുപ്പത്തിലുള്ള ബീട്രൂട്ട് തന്നെ എടുക്കുക. ഞാനിവിടെ എനിക്ക് ചെറിയ സൈസിലുള്ളത് കാരണം ഞാൻ ഇവിടെ 4 എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള ക്യാരറ്റും കൂടി എടുക്കുക. ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്ത് തണുത്തതിന് ശേഷം അരച്ചെടുക്കാനുള്ളതാണ്. ക്യാരറ്റ് നേരിയ ലെവലിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈത്തപ്പഴുത ഞാൻ കുരു കളഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് തിളച്ച വെള്ളം ഒഴിക്കുക. തണുത്തതിന് ശേഷം അരച്ചെടുക്കുക. നന്നായി തണുത്തതിന് ശേഷം ഞാൻ നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അതവിടെ നമുക്ക് മാറ്റി വെക്കാം. പിന്നെ അച്ചാർ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പാത്രം എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 1.5 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ 1/2 ടീസ്പൂണ് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. ഉലുവയും കൂടി ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് 2 പച്ചമുളക് റൗണ്ടിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കഴുകിയത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറിയ തീയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കുക. ഇതൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ പച്ച മണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഈ ഒരു നേരിയ ലെവലിൽ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. ക്യാരറ്റ് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു ഡാർക്ക് കളറില്ലേ അതൊന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ബീട്രൂട്ട് അരച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് അരച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളം ഇല്ലാണ്ട് അരച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. അല്ലെങ്കിൽ ഒരു 2 ടീസ്പൂണൊക്കെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അരച്ചെടുത്ത ഈത്തപ്പഴം ഇട്ട് കൊടുക്കുക. ഈത്തപ്പഴം എടുത്ത ഒരു പാത്രത്തിൽ തന്നെ കുറച്ച് അതിലൊക്കെ ഒട്ടിപ്പിടിച്ചതുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നമുക്ക് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് 1/2 കപ്പ് വിനീഗർ ആ പ്ലേറ്റിലേക്ക് തന്നെ ഒഴിച്ചിട്ട് നമ്മുടെ അച്ചാറിലേക്ക് ഒഴിച്ചെടുത്തു. ഇനി ഇത് ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുത്തതിന് ശേഷം തിളപ്പിച്ചെടുക്കുക. പിന്നെ 1.5 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് തിളപ്പിച്ചെടുക്കുക. 2-3 മിനിറ്റെങ്കിലും ഇത് നല്ല പോലെ തന്നെ തിളക്കാനായി വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ബീട്രൂട്ട് ഡേറ്റ്സ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നല്ലേ. അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കിയ ആ ഒരു ടൈമിൽ അല്ല കേട്ടോ ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഉണ്ടാക്കിയ ആ ഒരു ടൈമിലുള്ള ടേസ്റ്റും പിന്നീട് കഴിക്കുമ്പോൾ ടേസ്റ്റും വളരെ ഡിഫറെൻ്റ് ആണ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബായ്.